ശ്രീ എൻ കൃഷ്ണദാസ്, ഇന്ന് ഈ ബജറ്റ് അവതരണം ധനകാര്യമന്ത്രി ആരംഭിച്ചത് തന്നെ കേരള ജനതയോടൊരു സന്തോഷ കാര്യം പറഞ്ഞുകൊണ്ടാവാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച വലിയ ധനപ്രതിസന്ധികൾ, അതിൻ്റെ ഒരു വലിയ സങ്കീർണമായ ഒരു പ്രതിസന്ധി കാലം കടന്ന് ധനസ്ഥിതി മെച്ചപ്പെടുന്നു എന്ന സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ബജറ്റ് പ്രസംഗത്തിലേക്ക് നീങ്ങിയത്. ഇത് അങ്ങേയറ്റം ഗൗരവമുള്ള, ധീരമായ, ശക്തമായിട്ടുള്ള ഒരു ചുവടുമാറ്റമാണോ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച്? രാജ്യം ഭരിക്കുന്ന സർക്കാർ ശക്തമായ സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിച്ചിട്ടും അത് നിരന്തരം തുടർന്നിട്ടും അതിനെതിരെ നിയമ പോരാട്ടം, രാഷ്ട്രീയ പോരാട്ടം ഇതെല്ലാം നടത്തുമ്പോഴും എന്നിട്ടും മനോഭാവം മാറുന്നില്ല, കേന്ദ്രത്തിൻ്റെ മനോഭാവം മാറുന്നില്ല. പക്ഷേ സംസ്ഥാനത്തിനകത്ത് നികുതി വരുമാനം, നികുതിയേതര വരുമാനം ഇത് ഘട്ടം ഘട്ടമായി മികവോടെ മുന്നോട്ട് കൊണ്ടുപോയി ഈ ഗ്യാപ്പ് മറികടക്കാൻ നടത്തിയ ഒരു ശ്രമം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ശക്തവും ധീരവുമായിട്ടുള്ള ഒരു ചുവടുമാറ്റമാണോ കേരളത്തെ സംബന്ധിച്ച്? തീർച്ചയായും ഈ ബഡ്ജറ്റിൻ്റെ അവതരണം പൂർത്തിയായപ്പോൾ ഇത് ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും ഉണ്ടായ ഒരു പൊതുബോധ്യം കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയുടെ പരിസരത്തിൽ ആത്മവിശ്വാസം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സാമ്പത്തിക അവസ്ഥയിൽ ഇത്രയധികം ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ഒരു കാലത്താണ് അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ ബഡ്ജറ്റ് വരുന്നത്. കേരളത്തിൻ്റെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്തിന്, തുടർച്ചയായിട്ടുള്ള എല്ലാ മേഖലയിലും ക്ഷേമ വികസന മേഖലകളിലെ വളർച്ചയ്ക്ക് തടസ്സമായി വന്നത് ഇന്ത്യ ഗവൺമെൻറ് കേരളത്തോട് രാഷ്ട്രീയ ശത്രുത നീക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധമാണ്. ഈ ഉപരോധം എന്ന് പറഞ്ഞാൽ മലയാളികളിൽ നിന്ന് പിരിക്കുന്ന നികുതിയുടെ വിഹിതം വ്യവസ്ഥാപ്രകാരം നമുക്ക് അർഹതപ്പെട്ട വിഹിതം തരാതിരിക്കുക. അത് നിയമവിരുദ്ധവും വ്യവസ്ഥാവിരുദ്ധവുമായിട്ടുള്ള നീക്കം മാത്രമല്ല, രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കൽ തന്നെയായിരുന്നു. അങ്ങനെ അവർ നിർമ്മിച്ച വലിയ ഒരു സാമ്പത്തിക ഉപരോധം സൃഷ്ടിച്ച ഒരു സാമ്പത്തിക സമ്മർദ്ദമുണ്ടായിരുന്നു കേരളത്തിൽ. കേരളത്തിൻ്റെ വളർച്ചയെ സംബന്ധിച്ച്, പുരോഗതി സംബന്ധിച്ച്, വികസനത്തെ സംബന്ധിച്ച്. ഇതിനെ മറികടക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഈ ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ ഇന്ന് ധനമന്ത്രി ബാലഗോപാൽ കേരള ജനതയെ അറിയിച്ചത്. വലിയ ആത്മവിശ്വാസമുണ്ട്. ഈ ബഡ്ജറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തനത് വരുമാനം വർദ്ധിക്കുന്നു, സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം വർദ്ധിക്കുന്നു. അങ്ങനെ നമുക്ക് റവന്യൂ കമ്മി, ധനക്കമ്മി, അതിൻ്റെ പുറമെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം GSDP, ആഭ്യന്തര ഉൽപ്പാദനവും സംസ്ഥാനത്തിൻ്റെ പൊതുകടവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നു. ഈ മൂന്നും വളരെ പ്രധാനമാണ്. ധനക്കമ്മി കുറയുന്നു, റവന്യൂ കമ്മി കുറയുന്നു, സംസ്ഥാനത്തിൻ്റെ GSDPയും സംസ്ഥാനത്തിൻ്റെ പൊതുകടവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നു. ഇത് ഒരു സമ്പദ് വ്യവസ്ഥയുടെ സ്റ്റെബിലിറ്റിയാണ് പ്രകടിപ്പിക്കുന്നത്. ആ സ്റ്റെബിലിറ്റിയാണ് ഈ ബഡ്ജറ്റിലൂടെ ആത്മവിശ്വാസമായി ബാലഗോപാൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, കേരളത്തിൻ്റെ എല്ലാ മേഖലയെയും പോസിറ്റീവായി സ്പർശിച്ച നിർദ്ദേശങ്ങളാണ് ബഡ്ജറ്റിലുള്ളത്. ക്ഷേമം, വികസനം തന്നെ, പശ്ചാത്തല വികസനം, ദീർഘകാലത്തേക്കുള്ള വികസനം, ഇങ്ങനെ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ചെറുതും വലുതുമായ സമൂഹത്തിൻ്റെ, മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും പോസിറ്റീവായി സ്പർശിച്ച നിർദ്ദേശങ്ങളാണ് ഈ ബഡ്ജറ്റിൽ. ഇത് കേരളത്തിൻ്റെ സസ്റ്റൈനബിൾ ഗ്രോത്ത്, പുരോഗതി, ഗ്രോത്ത് മാത്രമല്ല പ്രോഗ്രസ്സും, നമ്മുടെ വളർച്ചയും പുരോഗതിയും രണ്ടും ഒരുപോലെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് ഈ ബഡ്ജറ്റിലൂടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റ് നിർദ്ദേശമുണ്ടാക്കിയതിന് അഞ്ചാമത്തെയാണ് ബാലഗോപാലൻ ഈ നിയമസഭയുടെ മുമ്പിൽ ജനങ്ങളോടായി അവതരിപ്പിച്ച ബഡ്ജറ്റ്, അഞ്ചാമത്തെ ബഡ്ജറ്റാണ്. ഇപ്പം ഈ പ്രത്യേക സാഹചര്യത്തിൽ ജനങ്ങൾ കുറച്ചൊരു പ്രയാസം മാനസികമായിട്ട് അനുഭവപ്പെട്ടിരുന്നു. എന്തായിരിക്കും കേരളത്തിൻ്റെ സ്ഥിതി? ഇങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് നിർമ്മിച്ചിട്ടുള്ള സാമ്പത്തിക ഉപരോധം കൊണ്ട് നമ്മളാകെ ഞെരുങ്ങി നിൽക്കുമ്പോൾ ഇനി എങ്ങനെയാണ് കേരളം മുമ്പിലേക്ക് പോവുക? എന്തായിരിക്കും നമ്മുടെ സാമൂഹ്യ പുരോഗതിയുടെ സ്ഥിതി? എന്തായിരിക്കും കേരളത്തിൻ്റെ പശ്ചാത്തല വികസനത്തിൻ്റെ അവസ്ഥ? ഇതൊക്കെ സംബന്ധിച്ച് അങ്കലാപ്പുള്ള ഒരു കാലത്ത് ആത്മവിശ്വാസം പകരാനുള്ള നികുതി നിർദ്ദേശം മുമ്പിലേക്ക് വെച്ച ധനമന്ത്രി ബാലഗോപാലിനെ
ഞാൻ അഭിനന്ദിക്കുന്നു പ്രത്യേകമായിട്ട് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ശരി. അങ്ങനത്തെ ആത്മവിശ്വാസം ഈ ബഡ്ജറ്റിലൂടെ അദ്ദേഹം മുമ്പിലേക്ക് വെച്ചു. എല്ലാ മേഖലകളും, ഏത് മേഖലയാണ് ഈ ബഡ്ജറ്റ് സ്പർശിക്കാതെ നമുക്ക് അതിലേക്ക് ക്ഷേമം, ശ്രീ വികസനം, കൃഷ്ണദാസ്, ദീർഘകാല വികസനം, നിശ്ചയമായും പശ്ചാത്തല വികസനം, നമുക്ക് അതിലേക്ക് തന്നെ വരാം. അതിലേക്ക് തന്നെ വരാം. പക്ഷേ താങ്കളോട് ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ കൂടി ഈ ഘട്ടത്തിൽ വേണ്ടതുണ്ട്. ഇതേക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ, ഇതൊരു ഫെയർവെൽ ബജറ്റാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സെൻസ് താങ്കൾക്ക് നന്നായി മനസ്സിലായല്ലോ. പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ വളരെ എല്ലാത്തിനും ഇത്ര നെഗറ്റീവായിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എൻ്റെ അനുഭവത്തിൽ ഞാൻ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്, നമ്മൾ അനുഭവിച്ച പ്രതിപക്ഷ നേതാവ്, പിന്നെ നമ്മൾ ഭരണത്തിലുള്ള കാലത്ത് മാറി മാറി വരാറുണ്ട്. LDF ഭരണത്തിലുള്ളപ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ള പ്രതിപക്ഷ നേതാവ് കരുണാകരനായിരുന്നു. കരുണാകരൻ പോലും ഇത്ര നെഗറ്റീവായിട്ടുള്ള നിലപാടെടുത്തിട്ടില്ല. ആൻ്റണി ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള നിലപാടെടുത്തിട്ടില്ല. ഉമ്മൻചാണ്ടി ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള നിലപാടെടുത്തിട്ടില്ല. എന്നിട്ട് ശ്രീമാൻ രമേശ് ചെന്നിത്തല പോലും ഒരു ടോട്ടൽ നെഗറ്റീവ് അപ്രോച്ച് ഒരു കാര്യത്തിലും എടുത്തിട്ടില്ല. ഇദ്ദേഹം ഉണരുന്നത് തന്നെ വളരെ നിഷേധാത്മകവും പ്രതിലോമകരവുമായിട്ടുള്ള സന്ദേശം ജനങ്ങളിലേക്ക് കൊടുക്കാനുള്ള ഒരു നെഗറ്റീവ് മുഖത്തോടു കൂടിയാണ് ഈ പ്രതിപക്ഷ നേതാവ് കേരള സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് മുഖമുള്ള പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ, പൊളിറ്റിക്കൽ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ പറയുന്നത്. രാഷ്ട്രീയമല്ലാതെ വേറെ ഒരു കാര്യവും ഇദ്ദേഹത്തിൻ്റെ ഈ പരാമർശത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനാവില്ല, അഭിപ്രായപ്പെടാനാവില്ല. ഇത് വളരെ നെഗറ്റീവായിട്ടുള്ള നിലപാട് എല്ലാ കാര്യത്തിലും കേരളത്തിനോട് വളരെ നെഗറ്റീവ് അപ്രോച്ച് എടുക്കുന്നത് ഫ്രസ്ട്രേഷൻ കൊണ്ടാണ്. ഇനി നമുക്ക് രക്ഷയില്ലല്ലോ കേരളത്തിൽ എന്ന ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ടാണ് അടിമുടി നെഗറ്റീവായി മാറുന്നത് ഒരാൾ. അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഫേസ് കേരളത്തിൽ, സ്ഥിരമായിട്ടുള്ള നെഗറ്റീവ് ഫേസുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് നിർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായം അത് തന്നെയാണ്. അതിൽ കൂടുതലായിട്ട് ഒന്നും പറയാൻ. അപ്പോൾ പിന്നെ കൃഷ്ണദാസ്, പർട്ടിക്കുലർ ആയിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ പിന്നെ അത് ആരുടെ ഫെയർവെൽ എന്നൊരു സംശയം വരും. താങ്കൾ ഈ പറഞ്ഞതൊക്കെ കേൾക്കും. അതിനോടൊക്കെ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അത് അവരുടെ ആയിരിക്കും, അദ്ദേഹത്തിൻ്റെ ആയിരിക്കും. ഒരു നല്ല പ്രതിപക്ഷ നേതാവായിട്ട് പോലും പ്രവർത്തിക്കാൻ 5 കൊല്ലം കഴിയാതെ പോകുന്നതിൻ്റെ അതായിരിക്കാം. അപ്പോൾ പ്രതിപക്ഷ നേതാവിനുള്ള ഫെയർവെല്ലായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. നല്ല പ്രതിപക്ഷമായിട്ട് പ്രവർത്തിച്ചില്ലല്ലോ കേരളത്തിൽ. ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു സൂക്ഷ്മതലത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള വിമർശനം കൊണ്ടുവന്ന് ഒരു പോസിറ്റീവ് പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാൻ 5 കൊല്ലം ഇവർക്ക് സാധിച്ചില്ല. അതിൻ്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ആ പ്രതിപക്ഷ നേതാവിനെ ജനങ്ങളല്ല, അവരുടെ പാർട്ടി തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കുന്നതായിരിക്കും. അതായിരിക്കും സാധ്യത എനിക്ക് തോന്നുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ഏതായാലും ഈ ഓരോ ബജറ്റും ഈ സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റാണ്. അടുത്ത വർഷം മെയ് മാസമൊക്കെ ആകുമ്പോഴേക്കും കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു കാലമാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ ഈ സമ്പൂർണ്ണ ബജറ്റിലൂടെ പ്രതിപക്ഷങ്ങളെ, സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഒക്കെ വിലയിരുത്തുന്നതിലേക്ക് നാട് പോകുന്ന ഒരു കാലം തന്നെയാണ്, യാതൊരു സംശയവുമില്ല.